കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്ലാനറ്റ് 9 എന്ന് പറയുന്ന ഈ വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. ആ വീഡിയോയിൽ ഈ പ്ലാനറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ടെക്നോളജിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോ അങ്ങനെ ഒരു പ്ലാനറ്റ് നമ്മൾ കണ്ടുപിടിച്ചു എന്നാണ് തോന്നുന്നത്. ഇത് തിയറിറ്റിക്കലി മാത്രമല്ല കണ്ടുപിടിച്ചിരിക്കുന്നത്, ആ പ്ലാനറ്റിന്റെ ഫോട്ടോ അടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്റെ എനർജി വളരെ ലോ ആയിട്ട് തോന്നിയേക്കാം. അതിന്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എനിക്ക് നല്ല രീതിയിലുള്ള പനിയാണ്. ആ ഒരു റീസൺ കാരണമാണ് വീഡിയോസ് എല്ലാം ഇത്ര അധികം ഗ്യാപ്പ് ഇട്ട് ഞാൻ ഇടുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ ലോകത്തിലുള്ള ഒരുപാട് സയന്റിസ്റ്റുമാർ ഈ അജ്ഞാതമായിട്ടുള്ള ഗ്രഹത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി പല രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ച് വരുന്നുണ്ട്. ഡാർക്ക് എനർജി സർവേ, സ്വിക്കി ട്രാൻസിയന്റ് ഒബ്സർവേറ്ററി, ഇതുപോലുള്ള ഒരുപാട് വേൾഡ് ക്ലാസ് ഒബ്സർവേറ്ററീസ് ഈ പറയുന്ന പ്ലാനറ്റ് 9 സെർച്ച് ചെയ്ത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒരു തുമ്പ് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, ഇങ്ങനെ ഒരു പ്ലാനറ്റ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഉണ്ട് എന്നതിന് എന്താണ് ഇത്ര ഉറപ്പ്? ആ ചോദ്യത്തിന്റെ പ്രാധാന്യം എന്താ വെച്ചാൽ, ഇല്ലാത്ത ഒരു കാര്യത്തിന്റെ പുറകെ പോകുന്നത് പോലെ ആയി പോവില്ലേ എന്നുള്ളതാണ്. ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അറ്റത്ത് കൈപ്പർ ബെൽറ്റ് എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്. അതായത് നിറച്ച് കല്ലുകളും ആസ്ട്രോയിഡ്സ് ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു ബബിൾ പോലത്തെ ഒരു സ്പേസ് ആണ്. ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു വലിയൊരു സ്പേസ് ആണത്. ഈ സ്പേസിൽ നിൽക്കുന്ന കല്ലുകളാവട്ടെ നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള എല്ലാ ഗ്രഹത്തെയും പോലെ നമ്മുടെ സൂര്യനെ ഇങ്ങനെ വലം വെക്കുന്നുണ്ട്, ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കല്ലുകളെല്ലാം സൂര്യനെ വലം വെക്കേണ്ട ആ ഒരു പാത്ത്, ആ ഒരു ഡയറക്ഷൻ നമുക്ക് മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ സയന്റിസ്റ്റുമാർ നോക്കുമ്പോണ്ട് ഈ കല്ലുകളെല്ലാം നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വഴിയിൽ കൂടെ അല്ല ഇങ്ങനെ വലം വെക്കുന്നത്. നേരെ മറിച്ച് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള വലിയ രീതിയിലൂടെ ഒരു എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഓർബിറ്റിലൂടെയൊക്കെയാണ് ഇങ്ങനെ വലം വെക്കുന്നത്. ഇവിടെ ഒന്ന് രണ്ട് കല്ലുകളുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഒരുപാട് കല്ലുകൾ ഇതേപോലെ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഓർബിറ്റിലൂടെ വേറൊരു വഴിയിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉണ്ടാവുള്ളൂ. ഒരു മാസീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഈ കല്ലുകളെല്ലാം ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്ലാനറ്റ് തന്നെയാണ്. അതായത് ഇതുവരെ ഒരു മനുഷ്യന് കാണാത്ത ഒരു അജ്ഞാതമായിട്ടുള്ള ഗ്രഹം. കൈപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ ദൂരത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. അതായത് സൂര്യനിൽ നിന്ന് അത്യാവശ്യത്തിൽ കൂടുതൽ അകലത്ത് നിൽക്കുന്ന ഒരു സംഭവം എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഇത്രയധികം ദൂരത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ സൂര്യപ്രകാശം ലഭിക്കുക എന്നുള്ളത് തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കല്ലുകളെല്ലാം നമുക്ക് വിഷ്വലി ഈ പറയുന്ന ടെലിസ്കോപ്പ് ഒക്കെ ഉപയോഗിച്ച് കാണുക എന്ന് പറയുന്നത് വളരെയധികം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ തന്നെയാണ്. എന്നാൽ ഈ പറയുന്ന അജ്ഞാതമായിട്ടുള്ള ഗ്രഹത്തിന്റെ കണ്ടീഷനും സെയിം തന്നെയാണ്. ഇത് സൂര്യനിൽ നിന്ന് അത്യാവശ്യം കൂടുതൽ അകലത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ വിഷ്വലി നമുക്ക് കണ്ടുകിട്ടാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ്. അതുകൊണ്ടാണ് ഇത്രയധികം വർഷങ്ങൾ പല പല ഒബ്സർവേറ്ററീസും മാറി മാറി ഈ ഒരു സംഭവത്തെ ലൊക്കേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അത് സാധിക്കാണ്ട് പോയത്. അതോടൊപ്പം തന്നെ ഇങ്ങനൊരു ഗ്രഹത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് ദിശയിലേക്ക് നോക്കണം എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പൊ മൊത്തത്തിൽ വായിക്കുകയാണെങ്കിൽ ഇത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോ ഈ അജ്ഞാതമായിട്ടുള്ള ഗ്രഹത്തെ കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ വിഷ്വലി കാണാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഏകദേശം മനസ്സിലായി. പിന്നീടാണ് ശാസ്ത്രജ്ഞന്മാർ വേറൊരു ഐഡിയ പ്രപ്പോസ് ചെയ്യുന്നത്. അതായത് വേറെ ഏതെങ്കിലും സ്പെക്ട്രത്തിലൂടെ ഈ ഗ്രഹത്തെ കാണാൻ പറ്റില്ലേ എന്നുള്ളൊരു ചോദ്യം അവരുടെ മനസ്സിലേക്ക് വരുന്നത്. ഇവിടുത്തെ ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളും ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, ഈ പ്ലാനറ്റ് പൂർണ്ണ അന്ധകാരത്തിൽ നിൽക്കുകയാണെങ്കിൽ പോലും അതിൽ നിന്ന് ഇൻഫ്രാറെഡ് റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇത് ഉപയോഗിച്ച് നമുക്ക് ആ സംഭവത്തെ കാണാൻ കഴിയും. അങ്ങനെ തായ്വാനിലുള്ള രണ്ട് സയന്റിസ്റ്റുമാർ ഈ ഒരു ഐഡിയയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ, ഒരു വർഷം കൊണ്ട് ആകാശത്തിന്റെ ഫുൾ ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫുകൾ എടുത്തു. അതിനെ സ്കൈ സർവേ എന്നോ അല്ലെങ്കിൽ സ്കൈ ഇൻഫ്രാറെഡ് സർവേ എന്നോ നമുക്ക് വിളിക്കാം. അങ്ങനെ രണ്ട് രീതിയിലുള്ള ഇൻഫ്രാറെഡ് സർവേസ് ഇവരെടുക്കുകയാണ്. ആദ്യത്തെ സർവേ എന്ന് പറയുന്നത് ഇറാസ് എന്ന് പറയുന്ന ഒരു ആസ്ട്രോണോമിക്കൽ സാറ്റലൈറ്റ് എടുത്ത ഇൻഫ്രാറെഡ് സ്കാൻ ആണ്. ഇത് 1983 എടുത്ത സ്കാനിങ് ആണ്. അത്യാവശ്യം പഴക്കമുള്ള ഒരു സ്കാനിങ് തന്നെയാണ്. അടുത്ത സ്കാനിങ് ആയിക്കോട്ടെ അക്കാറി എന്ന് പറയുന്ന ഇൻഫ്രാറെഡ് സാറ്റലൈറ്റ് എടുത്ത ഒരു സ്കാനിങ് റിപ്പോർട്ടാണ്. ഇവിടുത്തെ ആദ്യത്തെ സ്കാനിങ് എടുത്തിരിക്കുന്നത് 1983 രണ്ടാമത്തെ സ്കാനിങ് എടുത്തിരിക്കുന്നത് 2006 അതായത് 23 വർഷത്തെ ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. അപ്പോ ഈ 23 വർഷം കൊണ്ട് ആകാശത്ത് എന്തൊക്കെ ചേഞ്ചുകൾ, എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് ഇവർ നോക്കിയിരിക്കുന്നത്. അതും ഇത് ഇൻഫ്രാറെഡ് സ്കാനിങ് ഡാറ്റ ആയതുകൊണ്ടും തന്നെ അന്ധകാരത്തിലുള്ള ഡാറ്റയും നമുക്ക് കിട്ടും.
1983 സ്കാനിംഗ് ഉപയോഗിച്ച് നമുക്ക് ഏകദേശം 3.5 ലക്ഷത്തോളം ഒബ്ജക്റ്റുകളെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിരിക്കുന്നത്. എന്നാൽ 2006 സ്കാനിംഗ് ഉപയോഗിച്ച് ഏകദേശം 9 ലക്ഷത്തോളം ഒബ്ജക്റ്റുകളെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇത്രയധികം ഒബ്ജക്റ്റുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞതിന്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ 2006 ടെക്നോളജി 1983 ടെക്നോളജി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം കൂടുതൽ സുപ്പീരിയർ ആയതുകൊണ്ട് മാത്രമാണ്. ഇവിടെ ആദ്യത്തെ സ്കാനിലൂടെ 3.5 ലക്ഷം ഒബ്ജക്റ്റുകൾ കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ, അത് ഒരൊറ്റ സ്കാനിന്റെ റിപ്പോർട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ടോട്ടല് 4 സ്കാൻ അവർ ചെയ്തായിരുന്നു. അപ്പോൾ 4 കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 13 to 14 ലക്ഷം ഒബ്ജക്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ 2006 വെച്ച് നടത്തിയ ഒറ്റ സ്കാനിങ് കൊണ്ട് മാത്രം ഏകദേശം 9 ലക്ഷത്തോളം ഒബ്ജക്റ്റുകളാണ് നമുക്ക് കണ്ടെടുത്താൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 സ്കാനിങ് കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 24 ലക്ഷത്തോളം ഒബ്ജക്റ്റുകളെ നമുക്ക് കാണാൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചേക്കാം. ഈ 24 ലക്ഷം ഒബ്ജക്റ്റുകളിൽ നിന്ന് ഒരു സംഭവത്തെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നിങ്ങൾ അതിന്റെ ഡിഫിക്കൽട്ടി ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് നമ്മളെല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന ആ പ്ലാനറ്റ് 9 എന്ന് പറയുന്നത്, ആ അജ്ഞാതമായിട്ടുള്ള ആ ഒരു ഗ്രഹം. ഈ 24 ലക്ഷം ഒബ്ജക്റ്റുകളെ ഒന്നും കൂടി അവർ ഫിൽട്ടർ ചെയ്തെടുത്തു, അതായത് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുത്തു. അതായത് ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഫിൽറ്റേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ 7 to 17 ടൈംസ് മാസ് ഉള്ള ഒബ്ജക്റ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ സൂര്യനിൽ നിന്ന് 500 to 700 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് ദൂരത്ത് നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റും ആയിരിക്കണം ഇത്. 24 ലക്ഷം എന്ന ഈ സംഖ്യയിൽ വെറും ഈ 2 ഫിൽട്ടർ ആഡ് ചെയ്തപ്പോൾ കേവലം 13 ഒബ്ജക്റ്റ് ആയിട്ട് അത് കുറഞ്ഞു. അതായത് ഈ 13 ഒബ്ജക്റ്റിൽ എവിടെയോ ആ അജ്ഞാതമായിട്ടുള്ള ഗ്രഹം ഒളിച്ചിരിപ്പുണ്ട്. 13 എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംഖ്യ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും മാത്രം ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും വർക്ക് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരായിട്ട് അനലൈസ് ചെയ്യാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ ഈ കൈപ്പർ ബെൽറ്റിൽ കണ്ടുവരുന്ന കല്ലുകളെല്ലാം വേറെ പാത്തിലൂടെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇത് പോവാൻ കാരണം ഈ പറയുന്ന അജ്ഞാതമായിട്ടുള്ള ഒരു വെയിറ്റ് ആയിരിക്കണം, ഒരു ഫോഴ്സ് ആയിരിക്കണം, ഒരു പ്ലാനറ്റ് ആയിരിക്കണം. ഈ കല്ലുകളെല്ലാം ഈ രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ആ ഒരു ഗ്രഹമില്ലേ, അതിന്റെ ഭാരം എന്തായിരിക്കുന്നുള്ളതും അത് മൂവ് ചെയ്യുന്ന സ്പീഡ് എന്തായിരിക്കുന്നുള്ളതിനൊക്കെ ഉള്ള കാൽക്കുലേഷൻ നമുക്ക് ഏകദേശം കിട്ടും. അങ്ങനെ ഈ അജ്ഞാതമായിട്ടുള്ള ഗ്രഹം പോകുന്നതിന്റെ വേഗത അവർക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. അതോടൊപ്പം തന്നെ ഏകദേശം 23 വർഷങ്ങൾ കൊണ്ട് ഈ ഗ്രഹം എത്ര ദൂരം കവർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളൊരു ഡാറ്റയും ഇവർക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. അതായത് 23 വർഷം എന്ന് പറയുന്നത് എനിക്ക് ഏകദേശം മനസ്സിലായിരിക്കുന്നു. ഇവിടുത്തെ ആദ്യത്തെ ഡാറ്റ എടുത്തിരിക്കുന്നത് 1983 പിന്നീട് വരുന്നത് 2006 അപ്പോ ഇവിടെ ഇവരെന്താണ് നോക്കുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന 23 വർഷങ്ങൾ കൊണ്ട് ഇവർ കാൽക്കുലേറ്റ് ചെയ്ത ഡാറ്റയുമായിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് ഈ 13 ഒബ്ജക്റ്റുകളിൽ ഏതാണെന്ന് മാത്രമാണ് ഇവർ നോക്കിയിരിക്കുന്നത്. വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മൂവ് തന്നെയായിരുന്നു അത്. അങ്ങനെ നോക്കുമ്പോൾ ഈ 13 ഒബ്ജക്റ്റുകളിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് 47.5 ആർക്ക് മിനിറ്റുകൾ യാത്ര ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള അതേ ഡിസ്റ്റൻസ് തന്നെ ഒരു ഒബ്ജക്റ്റ് ഇതേപോലെ യാത്ര ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോ ഈ കാണുന്നത് ഈ സോളാർ സിസ്റ്റത്തിലെ ഒരു അജ്ഞാതമായിട്ടുള്ള ഇതുവരെ മനുഷ്യർക്ക് കേട്ടുകേൾവിയില്ലാത്ത ഒരു ഗ്രഹമായിരിക്കാം. ഇത് കണ്ടാൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. സാധാരണ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ഗ്രഹത്തെ കാണുന്ന പോലത്തെ ഒരു വിഷ്വൽ അല്ലല്ലോ ഇത്, വെറും പിക്സൽസ് മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു സംഭവം കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. കാരണം ഇത് കണ്ടുപിടിക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോ 24 ലക്ഷം ഒബ്ജക്റ്റുകളിൽ നിന്ന് ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കൺഫേം ചെയ്യണം. ചിലിയിൽ കണ്ടുവരുന്ന വെരാ റൂബി എന്ന് പറയുന്ന ഒരു ഒബ്സർവേറ്ററി ഉണ്ട്. ഇത് എർത്ത് ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ഭൂമിയിലുള്ള ഒരു സ്പേസ് ഒബ്സർവേറ്ററി തന്നെയാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കൺഫേം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ ക്യാമറയുടെ മെഗാ പിക്സൽ എന്ന് പറയുന്നത് കേവലം 24 മെഗാ പിക്സൽ മാത്രമാണ്. എന്നാൽ വെരാ റൂബിയിലത്തെ സ്പേസ് ഒബ്സർവേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറയുടെ സെൻസറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3200 മെഗാ പിക്സൽസ് ആണ്. ഈ ലോകത്തിലത്തെ ഏറ്റവും കൂടുതൽ മെഗാ പിക്സൽ ഉള്ള ഒരു സെൻസറാണത്. ഈ സെൻസറിന്റെ സൈസ് ആയിക്കോട്ടെ ഏകദേശം 25ഓളം ഇഞ്ചസ് ആണ്. ഇത്ര വലിയ സെൻസർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവത്തെ വാലിഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത്ര നാളത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ഗ്രഹം, ഇങ്ങനെ ഒരു അജ്ഞാതമായിട്ടുള്ള ഗ്രഹം ഉണ്ടെന്നുള്ളതിന്റെ പോസിബിലിറ്റി മാത്രമാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിലൂടെ കണ്ടുപിടിച്ചു. ഇനി ഈ കണ്ടുപിടിച്ച ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വിഷ്വലി നോക്കിയാൽ മതി. ഈ പറഞ്ഞ സെൻസറൊക്കെ ഉപയോഗിച്ച് നമ്മൾ വിഷ്വലി നോക്കിയാൽ മതി, നമുക്ക് അതിനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മിക്കവാറും ഈ വർഷം തന്നെ ആ ഒരു ഒബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ അത്രയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഒബ്സർവേറ്ററിയാണ് ഇത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കുകളിൽ സോളാർ സിസ്റ്റത്തിൽ 8 പ്ലാനറ്റും ഒരു ഡ്വാർഫ് പ്ലാനറ്റും ഉണ്ട് എന്നാണ് പഠിച്ചിരുന്നത്. പക്ഷെ ഇനിയുള്ള തലമുറയിൽ മിക്കവാറും അത് 9 പ്ലാനറ്റ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ എനർജി ലെവൽ കുറവായതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നല്ല രീതിയിലുള്ള പനി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.